പുകഞ്ഞ കൊള്ളി പുറത്ത് അത്ര തന്നെ. അവരിന്റെ ഇളക്കം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു യശോദാത്ത അവരാരെങ്കിലും കൂടെ പോകുന്നു. വേറെ ആരെ കൂടെ പോയാലും എന്തെങ്കിലും തൊലയട്ടെ എന്ന് വിചാരിക്കാൻ എന്റെ തസ്നി. ഇപ്പൊ അങ്ങനെയാണ് സ്വന്തം മരുമാന്റെ കൂടെ. ഛേ, കഷ്ടം കഷ്ടം. ഒരു കത്തും എഴുതി വെച്ചിട്ട് നാണക്കേട്. മരുമകന്റെ കൂടെ അവർക്ക് ഉണ്ടായ യശോദാത്ത മകന് മരുമകന് എന്നൊക്കെ ആണിന്റെ നേരലായിട്ട് കണ്ടാൽ മതി. അവര് പോവും. അവർക്ക് തന്നെ പണിയെന്നേ. 40 വയസ്സായി എന്നിട്ടും തള്ളാന്റെ കാമപ്രാന്ത് തീർന്നിട്ടില്ല. അല്ലേ, ഞാൻ അതല്ല നോക്കണത്. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെ. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവനെന്ത് വേണം? എന്താ അത്? അവനിക്കും ബോധമില്ലാണ്ടായോ? സ്വന്തം കെട്ടിയോളുടെ ഉമ്മാന്റെ കൂടെയാണ് ഈ കോലമൊക്കെ കാട്ടുന്നത്. അയ്യേ, ഇങ്ങനെയാണെങ്കിൽ അവൻ വേറെ ആരെ കൂടെ ഒക്കെ പോയിട്ടുണ്ടോണാവോ? പോയിട്ടുണ്ടാവോന്നല്ല, പോയിട്ടുണ്ട്. അതൊരു പെങ്കോന്തനാന്നും ബായ് നോക്കി. ഇവിടെ വരുമ്പോ അവന്റെ ഒരുമാതിരി നോട്ടും ചിരിയും ഒക്കെ കൂടി കണ്ടാണ്ടല്ലോ എന്റെ പെരുവേരൽ ഇങ്ങനെ അരിച്ചു കേറും. ഞാൻ പിന്നെ എന്താന്നറിയോ യശോദാത്ത, കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാക്കണ്ട പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നതാണ്. പിന്നെ ഇക്ക് ഇവിടെ ഇല്ലാത്തതല്ലേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അവൻ എന്നെ കുറ്റക്കാരിയേക്കും. അത് ശരിയാ. എനിക്കവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ലോകത്ത് എന്തൊക്കെയാ കുട്ടിയെ നടക്കണത്. ഓരോ പെണ്ണുങ്ങള് സ്വന്തം മക്കളിനെയൊക്കെ വെട്ടി കൊന്നിട്ടാണ് കാമുകന്മാരെ കൂടെ തന്നെ തോന്നിയ പോലെ ഇറങ്ങി പോണത്. ഓ, കാലം പോയ പോക്കേ. വെറുതെ അല്ല ഇവനിങ്ങനെ ഒന്നരാടം ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നത് അല്ലേ. എന്നിട്ട് പഞ്ചായത്ത് പണിക്ക് പോയ പെണ്ണുങ്ങളൊക്കെ പറയും കിട്ടുകയാണെങ്കിൽ റുബീനാന്റെ മരുമേനെ പോലത്തെ മരുമേനെ കിട്ടണമെന്ന്. ഭാര്യ വീട്ടുകാരനെയൊക്കെ എന്തൊരു സ്നേഹമാണ് ആ കുട്ടിക്ക്. അമ്മായിമ്മനെയൊക്കെ സ്വന്തം ഉമ്മാനെ പോലെ നോക്കണെന്നൊക്കെ പറയും പെണ്ണുങ്ങള്. കാണ്ട് സ്വന്തം ഉമ്മാനെ പോലെ കാണ്ട്. നിങ്ങക്ക് അറിയോ യശോദാത്ത, അവർക്ക് മാസക്കൂടി ആവുമ്പോഴേ വിസ്പറൊക്കെ മേടിച്ചിട്ട് വരും. ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അയ്യേ, എന്ത് കോലോത്. എന്തിനാ പറയണ യശോദാത്ത, അവന് ഒന്നരാടം ഇങ്ങോട്ട് വരുന്നില്ലേ. അതുപോലും ഇവിടെ അറിഞ്ഞിട്ടല്ല. അവരാണ് ഇങ്ങോട്ട് ഇവിടുത്തെ പറയൂല്ല. എങ്ങനെയാ പറയാ? പറഞ്ഞ അവരുടെ കാര്യങ്ങൾ നടക്കണ്ടേ. എന്റെ അമ്മായച്ചനില്ലേ, അയാൾ ജീവിച്ചിരിക്കുമ്പോഴും അവർക്ക് ഈ തരികിട പരിപാടിയൊക്കെ ഉണ്ട് ഇത്രേ. ഇതിനൊക്കെ പച്ച മലയാളത്തിൽ എന്താണെന്നറിയോ പറയാ യശോദാത്ത? വേഷിത്തരം. ഒന്ന് നിർത്തണ്ട നിങ്ങള്. എന്തെങ്കിലും മനുഷ്യനിക്ക് ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടായിരിക്കുന്നത്. ഞങ്ങൾ എന്തിനാ നിർത്തുന്നത്? ഇല്ലാത്തോന്നല്ലേ പറഞ്ഞത്. സ്വന്തം കെട്ടിയവന്റെ കൂടെ തള്ള ഒളിച്ചോടി പോയത്. എന്നിട്ടും അവൾക്ക് അവളുടെ തള്ളനെ കുറിച്ച് പറയുമ്പോഴേ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞോ, എത്ര വേണമെങ്കിലും പറഞ്ഞോ. നിങ്ങൾക്കൊക്കെ പറഞ്ഞ് ചിരിക്കാനും എന്നെ കുത്താനും കിട്ടിയ അവസരമല്ലേ. പറഞ്ഞോ, നിങ്ങൾ രണ്ടാളും കൂടി അപ്പുറത്ത് എവിടേക്കും മാറി ഇരുന്നിട്ടേ എത്ര വേണമെങ്കിലും പറഞ്ഞോ. എന്നെ ഒന്ന് വെറുതെ വിട്. എന്തൊരു നാണം കെട്ട പരിപാടി അത്. ഒരു കുടുംബത്തിൽ നടക്കണ കാര്യം അത്. എവിടാ അവള്? കെട്ടിയോനും തള്ളനും തോന്നിയ പോലെ വിട്ടാക്കിയിട്ട് അവള് സുഖമായി കടന്ന് ഉറങ്ങ. വേറെ ആരിനെ പറഞ്ഞിട്ടും കാര്യമില്ല. നിന്നൊരൊറ്റ ഒരുത്തീനെ പറഞ്ഞാ മതി. ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മായി നിങ്ങളൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നു? നിന്റെ പിടിപ്പുകേട് നിന്നെ അവനിക്ക് മതിയായതുകൊണ്ടല്ലേ അവൻ വേറെ പോയത്. ആണുങ്ങളുടെ മനസ്സേ ഓരങ്ങന്മാരനെ പോലെ ഇടി. അതൊരു മരത്തുനിന്ന് വേറൊരു മരത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. ആരവിടെ? അമ്മായി വന്നോ? അതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഒരു തഞ്ചത്തില് മയക്കി നമ്മുടെ ഉള്ളം കയ്യിൽ നിർത്തണം ആണുങ്ങളിനെ. അങ്ങനെയാ പെണ്ണുങ്ങള്. നീയൊക്കെ പെണ്ണാ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷാവാറായി. എന്നിട്ട് വിശേഷമൊന്നും ആയിട്ടില്ല. എങ്ങനെയാവുക? ഇതൊക്കെയല്ല കോലം. നാട്ടക്കേസ്. അമ്മ എപ്പോഴാ വന്ന്? ഞാനിപ്പോ വന്നുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ 4 പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല. അതുകൊണ്ട് വന്നതാ ഞാൻ. നിനക്കറിയോ തസ്നി, ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴേ ആ വഴിയിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കന്നെ. പക്ഷേ നാണക്കെട്. അല്ല, ഇത് എപ്പോഴാ സംഭവം? ഇന്ന് രാവിലെ. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇവളും അവനും കൂടി ഇങ്ങോട്ട് വന്നത്. ഇവര് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ അവരുടെ തോണിയും സാധനങ്ങളൊക്കെ ബാഗിലാക്കണം. ഞാൻ എന്ത് വിചാരിച്ചു, സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കിയിരിക്കുന്നു. നമ്മക്ക് വല്ലതും അറിയോ? ഇപ്പൊ രാവിലെ എണിച്ച് നോക്കിയപ്പോ എന്താ, രണ്ടിനെ റൂമിൽ കാണാനില്ല. എപ്പോട്ടെ
ഇതാ ഈ ഒരു ലെറ്റർ ആണ് പിന്നെ ഉമ്മാന്റെ റൂമിൽ നിന്ന് കിട്ടിയത്. എവിടെ നോക്കട്ടെ. എന്നാ ഞാൻ കണ്ണാടി ഇടാത്തോണ്ടേ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല, വായിക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് വായിച്ചതാ. എന്റെ മകള് ഉമ്മാനോട് ക്ഷമിക്കണം. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. നിന്റെ കല്യാണം കഴിഞ്ഞ് 1 മാസം ആയപ്പോഴേ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒളിച്ചോടുന്നു. ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, ഞങ്ങൾക്ക് ജീവിക്കണം. ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ തുടങ്ങി. ഉമ്മാന്റെ കഴപ്പ് മാറ്റാനാ തോന്നുന്നു മകളുടെ കല്യാണം കഴിപ്പിച്ച് തന്നെ. ആ ഒരുമിട്ടുള്ള സ്വഭാവം അതന്നെ. എന്റെ ആങ്ങളെ ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെ. പണ്ട് എത്ര അടി കിട്ടിയേക്കണു അവൾക്ക് എന്റെ ആങ്ങളുടെ നിന്ന്. പണ്ടേ ഇവളുടെ ഉമ്മാന്റെ കല്യാണാലോചന വന്നപ്പോ ഇവളുടെ ഉമ്മാന്റെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ പറഞ്ഞതാ വേണ്ട അത് വേണ്ടാന്ന്. എന്താ ചെയ്യ, അപ്പത്തിന് ഇവളുടെ വാപ്പാക്കാൻ അങ്ങോട്ട് ബോധിച്ചു ആ പണ്ടാരത്തിനെ. എന്റെ ആങ്ങളെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉമ്മ പോവും. അല്ലെങ്കിലും ഇവളുടെ ഉമ്മ എന്ത് സ്ഥാനം എന്റെ ആങ്ങളയ്ക്ക് കൊടുത്താക്കുന്നത്. അതൊരു താഞ്ഞത്ത് പിടിച്ച. അതിന് ഇവളുടെ ഉമ്മാന്റെ ഉമ്മ അങ്ങനെയായിരുന്നു അത്രേ. പോയവര് പോട്ടെ അമ്മായി, നമ്മള് പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം. അമ്മായി നീ കഴിച്ചിട്ടാ വന്ന്? വായോ ചായ കുടിക്കാം. എനിക്ക് ചായയും വെള്ളമൊന്നും വേണ്ട കുട്ടിയെ, ഞാൻ പോവുകയാണ്. ഇത് അറിഞ്ഞപ്പോ എനിക്ക് അവിടെ ഒരു ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പടഞ്ഞു വന്നതാ. അല്ല ചായക്ക് എന്താ പലഹാരം? ദോശയും കടലക്കറി. ദോശയും കടലക്കറിയാ, ഇന്നെടുത്തോ അമ്മ, ഞങ്ങള് വരാം. ഒരു ഗ്ലാസ് ചായയും കൂടി വെച്ച കുട്ടിയെ. പാൽ ചായ തന്നെ ആയിക്കോട്ടെ. റജീന, റജീന, എന്താ? നിങ്ങളോ? എന്താ ഒറ്റയ്ക്ക്? പുതിയ കെട്ടിയോൻ കൂടിയില്ലേ? റജീന, ഒരക്ഷരം മിണ്ടരുത്. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് പോലെ എനിക്ക് പറപ്പാ. ഇങ്ങോട്ട് വന്ന സ്പീഡിൽ എന്നെ തിരിച്ചു വിട്ടോ. പോ, എന്റെ മുമ്പിന്ന് പോ. ഞാൻ എവിടേക്ക് പോവാനോ? ഇതല്ല എന്റെ വീട്. എങ്ങനെ അങ്ങനെ? കേട്ടില്ല. നിങ്ങളുടെ വീടില്ലേ? ഇതേ എന്റെ വാപ്പാന്റെ വീടാ. നിന്റെ വാപ്പാന്ന് പറയുമ്പോ അതെന്റെ ഭർത്താവല്ലേ, അപ്പൊ എനിക്കും കൂടി അവകാശപ്പെട്ട വീടത്. നാണുണ്ടോ തള നിങ്ങക്ക്? കൊണ്ടവിടെയൊക്കെ പോയി നിരങ്ങിയിട്ട് ഇപ്പൊ ഭർത്താവിന്റെ അവകാശം പറഞ്ഞ് വന്നാക്കണു. മര്യാദക്ക് നിങ്ങൾ എന്റെ വീടിന്റെ ഉമ്മർത്തുനിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കുറ്റിച്ചൂലെടുത്ത് ആട്ടി അറക്കും ഞാൻ ഇവിടുന്ന്. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും നിന്റെ വാപ്പാന്റെ ഭാര്യ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല. അതിപ്പോ ഏത് പോലീസും കോടതി വന്നാലും ഞാൻ പറയും പോണ്ട, നിങ്ങൾ പോണ്ട. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മാത്രം നിങ്ങൾക്ക് ഓർമ്മയിട്ടാവുള്ളൂ. നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊല്ലും. എന്റെ ജീവിതം എന്തായാലും തൊലഞ്ഞു. നിങ്ങൾ ഒരൊറ്റ ഒരുത്തി കാരണം ഈ നാട്ടുകാരുടെ വീട്ടുകാരൊക്കെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു എനിക്ക്. പിന്നെ എന്റെ ഭർത്താവ് പറയണവൻ, അവന്റെ സ്വഭാവേ എനിക്കറിയണത്ര, നിങ്ങൾക്കൊന്നും അറിയില്ല. അവനിക്കേ ഓരോ ദിവസം ഓരോ പെണ്ണാ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 9 മാസം. ഈ 9 മാസം ഞാൻ ഭൂമിയോളം സഹിച്ചിട്ടാ അയാളുടെ കൂടെ ജീവിച്ചത്. നിങ്ങളെ വിഷമിപ്പിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു ചതി നടക്കണ്ടെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. അവനിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളൊക്കെ അവനിക്ക്
കറിവേപ്പില പോലെയാ. നിങ്ങൾ അവന്റെ കൂടെ പോയി എന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പോയ പോലെ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന്. പെണ്ണ് പറയുന്ന സാധനത്തിനോടേ അവനിക്ക് കാമം മാത്രമേ ഉള്ളൂ. അതിന് പ്രായം പോലും അവൻ നോക്കാറില്ല. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവനിക്ക് വേണ്ടിയിട്ട് ഡിവോഴ്സ് നോട്ടീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാന്. എന്റെ കൺമുമ്പിക്ക് വരട്ടാവൻ. ഇതുവരെ ഞാൻ അനുഭവിച്ചതിനുള്ള സമ്മാനം ഒന്നിച്ച് ഞാൻ അവനിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എന്റെ വാപ്പാന്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്ന നിങ്ങളെ ഞാൻ കൊല്ലും. മരിച്ചുപോയ എന്റെ വാപ്പയാണേ സത്യം. നിങ്ങളുടെ സ്വഭാവ മഹിമയെ കുറിച്ചേ ഈ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞപ്പോഴേ ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്റെ ഉമ്മാനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. പക്ഷെ ഇത്രയ്ക്കും വൃത്തിയായിട്ടൊരു സ്ത്രീയാണ് നിങ്ങളൊന്നും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. പോ മാറ്.